ബിഗ് ബോസ് മലയാളം സീസൺ 7 രണ്ടാമത്തെ എവിഷനാണ് ഇപ്പോൾ ലൈവിൽ നടക്കുന്നത്. അങ്ങനെ ആദ്യം എവിക്റ്റായിരിക്കുന്നത് ജിഷിനായിരുന്നു. രണ്ടാമത്തെ എവിഷൻ ആക്ടിവിറ്റി റൂമിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇതിനായിട്ടൊരു ടാസ്ക് എല്ലാം കൊടുക്കുന്നുണ്ട്. ടാസ്ക് എന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് നേരെ 4 പെട്ടികൾ വീതം വെച്ചിട്ടുണ്ടാകും. അങ്ങനെ ബിഗ് ബോസ് ഓരോ പെട്ടിയിലേക്ക് ചാടാൻ പറയുമ്പോഴും എല്ലാവരും ചാടണം. അങ്ങനെ ആരുടെ പെട്ടിയാണോ താന്നു പോകുന്നത് അവർ സേവ് ആയിരിക്കും. ആരുടെ പെട്ടിയാണോ അവസാനം വരെ താവാതെ നിൽക്കുന്നത് അവർ എവിക്റ്റ് ആയിരിക്കും. അങ്ങനെ ബിഗ് ബോസ് ഒന്നാമത്തെ പെട്ടിയിലേക്ക് ചാടാൻ പറയുന്നു. ആദ്യം സേവ് ആവുന്നത് ജിസേലാണ്. രണ്ടാമത്തെ പെട്ടിയിലേക്ക് ചാടാൻ പറയുമ്പോൾ രണ്ടാമത് സേവ് ആവുന്നത് അക്ബറും അതുപോലെ തന്നെ ആദിലയുമാണ്. അങ്ങനെ അവസാന പെട്ടിയിലേക്ക് ചാടാൻ പറയുമ്പോൾ സാബുമോന്റെ പെട്ടി താന്നു പോകും. അഭിലാഷിന്റെ പെട്ടി അതുപോലെ തന്നെ നിൽക്കും. അങ്ങനെ അഭിലാഷ് എവിക്റ്റ് ആയിരിക്കുകയാണ്. അങ്ങനെ അഭിലാഷിന്റെ ഒരു എവിഷൻ ഒനിലിനെല്ലാം അവിടെ ഭയങ്കര ഷോക്കായിട്ടുണ്ട്. ഒനിലിന് മാത്രമല്ല കുടുംബാംഗങ്ങൾക്കെല്ലാം തന്നെ നന്നായിട്ട് ഇവിടെ ഷോക്കായിട്ടുണ്ട്. ഒനിലെല്ലാം പൊട്ടിക്കരയുന്നു. അഭിലാഷും അവിടെ കരയുന്നുണ്ട്. തന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റെല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം മാപ്പെല്ലാം പറഞ്ഞുകൊണ്ടാണ് ജിഷിന്റെ പോലെ തന്നെ അഭിലാഷും ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടി ഇറങ്ങുന്നത്. അങ്ങനെ ഈ ആഴ്ച 2 എവിഷനാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.